ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏത് ബിരിയാണി? ടർക്കി ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആരാ ഉണ്ടാക്കുന്നത്? മമ്മിയും. ആണോ? അതുകൊണ്ട് ഇന്ന് മമ്മിയാണോ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ? അപ്പൊ റെഡിയാണോ? ദിന റെഡിയാണോ? ഓക്കെ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, കാണാം. അതെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടർക്കി, ബ്രിട്ടീഷ് ഹോൾ ടർക്കി ലെഗ് ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. നല്ലോണം കഴുകി നമ്മള് കട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, റെഡി ആവത്തുള്ളൂ. ഇത് നമ്മള് കട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, റെഡി ആവത്തില്ല. ഓക്കെ, അപ്പൊ നമ്മള് ടർക്കി എല്ലാം കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിലേക്ക് ഇടേണ്ട മസാലകൾ ഞാൻ കാണിച്ചു തരാം. 1 ടീസ്പൂൺ ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല. ഇതെല്ലാം ഓരോ ടീസ്പൂൺ വീതം വെച്ച് മതി. ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുക നല്ലോണം. നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. കുറച്ച് തൈരും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ടർക്കി കോഴി ഇടാം. കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാം. നമുക്കൊരു 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ സവാള എല്ലാം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നമ്മൾ ഈ സവാള വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ചെണ്ണ നമുക്ക് മാറ്റി വെക്കാം. അതെ, നമുക്ക് കുറച്ചെണ്ണ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബിരിയാണി അരി വേവിക്കുമ്പം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഇതിലേക്ക് നമുക്ക് ആദ്യം സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് മൂപ്പിക്കണ്ട. ഒരുപാട് മൂപ്പിച്ചാൽ അതെല്ലാം കരിഞ്ഞു പോകും. നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അത് കഴിഞ്ഞിട്ട് 2 സവാള, ഇതെല്ലാം നല്ലതുപോലെ വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവാളയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി,
മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ. അടുത്ത മുളക് പൊടി, ഇത് ഗരം മസാല, കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇപ്പോൾ ഒരു ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച ടർക്കി കോഴീനെ നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഏലക്ക, ഗ്രാമ്പു, ബേ ലീഫ്, കറുവാപ്പട്ട, പിന്നെ അതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലോണം തിളയ്ക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മുടെ അരി ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ ഇട്ട് കൊടുക്കാം. ചെറിയൊരു കളറിന് വേണ്ടി നമുക്ക് പാലിനകത്ത് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഈ ബാക്കിയുള്ള റൈസും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ നമുക്ക് ദം ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഓണിയനും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, ഒരു 30 മിനിറ്റ്സ് അടച്ചു വെക്കാം. നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് സാലഡ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അച്ചാറും കൂടെ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബിരിയാണി കഴിച്ചു നോക്കാം. ഇതിനാ കഴിച്ചു നോക്കാം. സൂപ്പർ, കൊള്ളാവോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.